ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഫിഷ് ടാങ്ക് ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് അതിന് എയറൊക്കെ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇപ്പോൾ ഞാൻ എടുത്തത്. അതൊക്കെ ഒരുപാടായിട്ട് ഇപ്പോൾ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടപ്പോൾ ആകെ അലമ്പായി കിടക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഇല്ലായിരുന്നു. സോ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വേഗം അതൊന്ന് ക്ലീൻ ചെയ്യാം. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാൻ വെറുതെ ഒരു രസത്തിന് വളർത്തി തുടങ്ങിയതാട്ടോ ശരിക്കും ഫിഷിനെ. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു. ഞാൻ ഒരു കടയിൽ പോയിട്ട് എനിക്കിഷ്ടപ്പെട്ട 2-3 ഫിഷിനെ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് വളർത്തി തുടങ്ങിയത്. ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിയത് കളേർഡായിട്ടുള്ള ടെട്രാ ഫിഷിനാണ് കേട്ടോ. അത് പിന്നെ വേഗം വേഗം ചത്തു പോകാൻ തുടങ്ങി. എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ മാക്സിമം കെയർ ചെയ്ത് ഞാനിങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ. അങ്ങനെ പിന്നെ കുറേയൊക്കെ ചത്ത് ആകെ 2 അതിൻ്റെ ഇടയിലാണ് ഞാൻ പിന്നെ മോളി ഫിഷിനെ വാങ്ങുന്നത് കേട്ടോ. ഇതിലുള്ള ആ ബ്ലാക്കും ഗോൾഡൻ കളറും കൂടി മിക്സ് ആയിട്ടുള്ള മോളി ഫിഷിനാണ് ഞാൻ വാങ്ങിയത്. അതിനെ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടപ്പെട്ടൊരു ഫിഷ് കേട്ടോ മോളി ഫിഷ്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പെട്ടെന്ന് ഐറ്റങ്ങൾ അടുക്കും. ഞാൻ മോളി ഫിഷിനെ വാങ്ങിയിട്ട് പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തു ഐറ്റങ്ങളെ എങ്ങനെ നന്നായിട്ട് വളർത്താം. അങ്ങനെ ഓരോന്ന് നോക്കി പഠിച്ചാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടോ. മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ക്ലീനിങ് ആണ്. ഞാൻ എപ്പോഴും ഇത് ക്ലീനായിട്ട് അങ്ങനെ കൊണ്ട് നടക്കില്ലായിരുന്നു. പിന്നെ കുറച്ച് ദിവസം തീരെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയാതായപ്പോഴാട്ടെ ഇങ്ങനെ ആയത്. പിന്നെ ഈ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരൊറ്റ ഫിഷിൻ്റെ കയ്യിലില്ല കേട്ടോ. അതൊക്കെ ചത്തുപോയതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ എനിക്കത് ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ ഫിഷ് ടാങ്കിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ തന്നെ ഐറ്റങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എല്ലാം കൂടി ഒരു സൈഡിലൂടെ വന്ന് നിൽക്കും. എന്ത് രസമാണെന്നറിയോ. വേറെ ഏത് ഫിഷിനെക്കാട്ടും ഞാൻ വളർത്തി നോക്കിയത് ഈ ഒരു ഫിഷാണ്. അപ്പോൾ അത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഐറ്റങ്ങൾക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സന്തോഷം മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസം ഞാനൊരു സിലോപ്പിനെ വാങ്ങിയിട്ട് ഇതിലിട്ടു. അങ്ങനെ അത് ആണെങ്കിൽ ഒരു സിലോപ്പി അത് കുറച്ച് വലിയതാണ്. അതുപോലെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഫിഷ് ടാങ്കിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഒന്നും ഓടി വരില്ല. കാരണം ഓൾക്ക് ആ സിലോപ്പിനെ ഇട്ടത് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഓൾക്ക് ആരും ഹാപ്പി അല്ല. അതുകൊണ്ട് എല്ലാവരും ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്നെ കാണുമ്പോൾ ഓടി വരിക അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ വേഗം സിലോപ്പിനെ നിന്ന് മാറ്റിയപ്പോൾ ഒരു ഹാപ്പി ആയിട്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വന്ന ഉടനെ തന്നെ അവളത് ക്ലീൻ ചെയ്യാണ്. ഇതിലത്തെ വെള്ളമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. കുറേയൊക്കെ ഞാനൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അടിയിലത്തെ ചളിയും എന്തൊക്കെയോ ഐറ്റങ്ങൾ അതൊക്കെ വേസ്റ്റാണ്. അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് പിന്നെ കുറച്ച് കല്ലേ ഞാൻ ഇടലുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഭംഗിക്ക് ഇട്ടതാണ്. അത്ര നല്ലതൊന്നുമല്ല ഫിഷിന്. എടുത്ത് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കേടാന്ന് അറിഞ്ഞപ്പോൾ ഞാനെടുത്ത് ഒഴിവാക്കിയതാണ് കേട്ടോ. കുറച്ച് കാണുമ്പോൾ രസമാണല്ലോ. പിന്നെ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് ഈ കല്ലൊന്നും ഇല്ലെങ്കിൽ. പിന്നെ മോളി ഫിഷിന് ഒരുപാട് എന്താ പറയുക ചെടികൾ അങ്ങനെയൊക്കെയുള്ള സ്പേസിൽ വളരാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളാണ് കേട്ടോ വെച്ച് കൊടുത്തിരുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിങ്ങനെ പമ്പ് വെച്ചിട്ട് ചളിയൊക്കെ പോക്കിയതിന് ശേഷം പിന്നെ പുതിയ വെള്ളം നിറക്കുകയാണ്. പിന്നെ അതിലോട്ട് നമ്മൾ എയർ സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മോട്ടർ വെച്ച് കൊടുക്കുകയാണ്. അതന്നെ കഴിയുമ്പോഴത്ത് ഒരു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതാണ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചെടികളും വെച്ചാൽ ഒരു ഭയങ്കര ഹാപ്പിയാണ്. ഇതിലൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. എല്ലാവരും ചത്തുപോയി. പക്ഷേ ആ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിടുന്നത്. അവിടെ ആകുമ്പോൾ എന്നും കാണാമല്ലോ. ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഇത് ഫിഷിനെ വളർത്തുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. ഞാൻ അങ്ങനെ ഫിഷിനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിയതൊന്നുമല്ല. പെട്ടെന്നൊരു ഇഷ്ടം തോന്നി അങ്ങനെ വളർത്തി തുടങ്ങിയത്. പക്ഷേ ഇപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഫിഷുകളെ. ഭയങ്കര സ്നേഹമുള്ള ജീവികളാണ് ഫിഷുകൾ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മോളി ഫിഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പ്രസവിക്കുന്ന ടൈപ്പ് ഫിഷാണ് കേട്ടോ. എനിക്കൊരുപാട് കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ
എന്താണെന്നറിയില്ല, കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്തിട്ടും ഐറ്റങ്ങൾ വേഗം ചത്തു പോകാനുണ്ടായത്. വലിയ ഫിഷുകളെ പിന്നെ എളുപ്പമാണ്. പിന്നെ ഒരു ടൈപ്പ് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് ഇവർക്ക്. ബോഡി കംപ്ലീറ്റ് ഒരു വെള്ള കളറ് പോലെ ഇങ്ങനെ ആയിട്ട് ഒരു അസുഖങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കും വെള്ളത്തിൽ, വളരെ കുറച്ച് മാത്രം, അങ്ങനെ അത് മാറലാണ്. പിന്നെ മെയിനായിട്ട് അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, വെള്ളം എപ്പോഴും ക്ലീൻ ചെയ്യാം. അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇങ്ങനെയാണ്. ഓലും ഭയങ്കര ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ.